ജോൽ പ്ലസിൽ അതർ ഐറ്റം പർച്ചേസ് എൻട്രി എങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്. നമ്മൾ ഡയമണ്ട്സ് അതുപോലെ വാച്ചസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അതർ ഐറ്റംസ് എന്നുള്ള വിൻഡോ യൂസ് ചെയ്യുന്നത്. ടാസ്കിൽ അതർ ഐറ്റംസ്, അതിൽ പർച്ചേസ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ ടൈപ്പ് കേരളത്തിൻ്റെ അകത്തുനിന്നുള്ള പർച്ചേസ് ആണെങ്കിൽ GST എന്നുള്ളത് ചെയ്യാം. പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കും. പാർട്ടി തരുന്ന ബില്ലിലുള്ള ഇൻവോയ്സ് നമ്പർ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇൻവോയ്സ് ഡേറ്റ്, ആ ബില്ലിൽ പർച്ചേസ് ബില്ലിൽ എത്രയാണോ ഡേറ്റ് ഉള്ളത് ആ ഡേറ്റ്, അതുപോലെ അതിൽ ഡെലിവറി വന്നിട്ടുള്ള ഡേറ്റ് എന്നാണോ ആ ഡേറ്റും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് തൊട്ട് താഴെ, ഡേറ്റിന് തൊട്ട് താഴെ വരുന്ന വെരിഫൈ വെയിറ്റ്, അതുപോലെ പ്രിൻറ്റ് ബാർകോഡ്. ബാർകോഡിൽ നിന്ന് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ബാർകോഡ് നല്ല ടിക്ക് ചെയ്യണം. അതുപോലെ വെയിങ് മെഷീൻ ഈ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് വെയിറ്റ് പിക്ക് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ വെരിഫൈ വെയിറ്റ് എന്നുള്ള ഓപ്ഷനും ടിക്ക് ചെയ്യണം. പിന്നെ നമുക്കിവിടെ വെൻഡർ പേര് എന്താണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഉള്ള വെൻഡർ ആണെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. പുതിയ ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെൻഡർ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെൻഡർ പേര് ക്രിയേറ്റ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അവരെ ഡീറ്റെയിൽ കൊടുക്കാനുള്ള വിൻഡോ വരും. എൻ്റർ പ്രസ് ചെയ്ത് ഓക്കെ കൊടുത്താൽ അത് സേവ് ആവും. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഐറ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഐറ്റം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ സീരിയൽ നമ്പർ അഥവാ നമ്മൾ ഓരോ ഡയമണ്ട് ഐറ്റത്തിനും അതിൻ്റെ കാർഡിൻ്റെ മുകളിൽ സീരിയൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയാണോ നമ്പർ വരുന്നത് അത് ആഡ് ചെയ്യും. നെക്സ്റ്റ് ഇതിൽ ഐറ്റം ടൈപ്പ് ഏതാണെന്നുള്ളത് അഥവാ ഗോൾഡ് 18C എന്നുള്ളത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്കിതിൽ അതിൻ്റെ ഗ്രോസ് വെയിറ്റ് എത്രയാണോ വരുന്നത് എന്നുള്ളത് വെയിറ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെയിറ്റ് കൊടുത്ത് അവിടുന്ന് എൻ്റർ അടിക്കുന്ന സമയത്ത് സബ് ഐറ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഏതെല്ലാം ടൈപ്പ് സ്റ്റോൺ ഇതിൽ വരുന്നുണ്ടെന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഡയമണ്ട് സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ഡയമണ്ട് എന്നുള്ള സ്റ്റോൺ ഇവിടെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ്, ഇപ്പോൾ VVS എന്നൊക്കെ പറഞ്ഞ ടൈപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് വെച്ചിട്ടും അല്ലെങ്കിൽ കാറ്റഗറി വൈസും ചെയ്യാം. ഇവിടെ നമ്മൾ ഐറ്റം സ്റ്റോണിൻ്റെ പേരെന്താണെന്നുള്ള അവിടെ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോണ് രജിസ്റ്റേർഡ് അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അവിടെ S കൊടുക്കാം. S കൊടുത്ത് നെക്സ്റ്റ് വരുന്ന വിൻഡോ ഇത് ഡയമണ്ട് ഐറ്റം ആണോ അല്ലേ എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡയമണ്ട് ഐറ്റം തന്നെ S കൊടുത്തു കഴിഞ്ഞാൽ അത് ഡയമണ്ട് സ്റ്റോൺ ആയിട്ടാണ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഡയമണ്ട് സ്റ്റോൺ ആകുമ്പോൾ അതിൻ്റെ വെയിറ്റ് സെൻറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡയമണ്ട് സ്റ്റോൺ അല്ല, നോ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഗ്രാമിലായിരിക്കും വരുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഡയമണ്ട് സ്റ്റോൺ പറഞ്ഞിട്ട് S കൊടുത്തു. അത് എത്ര സ്റ്റോൺ അതിന് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്, അത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്തത് ആ സ്റ്റോണിൻ്റെ വെയിറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കുക. സെൻറ്റിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോണ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് ക്യാരറ്റ് റേറ്റിലാണ് അത് കൊടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് താഴെ വേറെ ടൈപ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് താഴെ ആയിട്ട് കൊടുക്കാം. ഇവിടുന്ന് എൻട്രി ചെയ്ത് ഇവിടെ നമ്മൾ അതിൻ്റെ MC കൊടുക്കുന്നു. MC ഓർ MRP എന്നാണ്. MRP ലൈറ്റ് ആണെങ്കിൽ MRP കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ MRP ലൈറ്റ് അല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് MC ഇത്ര എന്നുള്ള കൊടുക്കാം. ഈ MC നമ്മളിവിടെ കൊടുക്കുന്ന രണ്ട് രൂപത്തിൽ ചെയ്യാം. അതൊന്നുകിൽ പെർ ഗ്രാമിന് എത്ര എന്നുള്ളത് കൊടുക്കാം, പിന്നെ പെർസെൻറ്റേജ്. അത് നമ്മൾ ഇൻവെൻറ്ററിയിൽ ഈ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ MC കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഇയറിംഗ് എന്നുള്ള ഐറ്റത്തിന് നമ്മളിവിടെ MC ടൈപ്പ് കൊടുത്തത് നോർമലാണ്. നോർമലാകുമ്പോൾ പെർ ഗ്രാമിന് എന്നുള്ള രൂപത്തിലാണ് വരിക. പെർസെൻറ്റേജ് ആണ് വേണ്ടെങ്കിൽ MC ഇൻ പെർസെൻറ്റേജ് എന്നുള്ളത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ MRP ഉള്ളതാണ് പീസ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ പെർ ഗ്രാമിന് എത്ര എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുന്നു. പിന്നെ നമുക്കിവിടെ വരുന്നത് അതിൻ്റെ പർച്ചേസ് പ്രൈസാണ്. പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഐറ്റം എത്രയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര പ്രൈസ് വന്നത്, അതിൻ്റെ ടാക്സബിൾ വാല്യൂ എത്ര എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ടോട്ടൽ സ്റ്റോണിൻ്റെയും അതിൻ്റെ ഗോൾഡിൻ്റെയൊക്കെ വാല്യൂ കൂടി ടോട്ടൽ എത്ര വന്നെന്നുള്ളതാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഒരു പ്രൈസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ പ്രിൻ്റ് എന്നുള്ളിടത്ത് S കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രിൻ്റ് വരികയാണ് ചെയ്യുക. അതിൻ്റെ ഏത് സ്റ്റൈലിലാണ് അത് പ്രിൻ്റ് വരേണ്ടത് എന്നുള്ളതാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്.
അവിടെ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് വരിക എന്നുള്ളതാണ്. അതിൻ്റെ ടാക്സിൻ്റെ താഴെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പർച്ചേസ് പ്രൈസ് എന്നുള്ളത് നമ്മൾ ടാക്സിബിൾ വാല്യൂ കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇനി ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് MRPയിൽ വരുന്ന ഒരു ഐറ്റം എൻ്റർ ചെയ്ത് നോക്കാം. അതിൽ നമ്മളിവിടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വാച്ചാണെന്നുണ്ടെങ്കിൽ വാച്ചിന് നമ്മൾ ഇവിടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടാക്സ് ഇൻക്ലൂസീവ് എന്നുള്ളതും അതുപോലെ പീസ് റേറ്റ് എന്നുള്ളതും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിലൂടെ ഐറ്റം സെലക്ട് ചെയ്യാം. അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ നമുക്കിവിടെ ആഡ് ചെയ്യാം. പിന്നെ അത് ഗ്രോസ് വെയ്റ്റും കാര്യങ്ങളൊന്നുമില്ല. MRPയിലുള്ള വാച്ചസുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ഗ്രോസ് വെയ്റ്റിലേക്ക് വരാത്തത്. അതുപോലെ നമ്മളിവിടെ അതേഴ്സ് എന്നുള്ള പ്രൊഡക്റ്റ് ടൈപ്പ് കൊടുത്തതുകൊണ്ടാണ് അവിടെ ഗ്രോസ് വെയ്റ്റും കാര്യങ്ങളൊന്നും വരാതിരിക്കുന്നത്. ഇനി നമ്മളത് MRP എത്രയാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ MRP എത്രയെന്നുള്ളത് നമ്മൾ ഈ ഒരു കോളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വന്ന പർച്ചേസ് പ്രൈസ് അഥവാ ടാക്സിബിൾ വാല്യൂ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ബാർകോഡ് പ്രിൻറ്റ് ചെയ്യണമെന്നുള്ളത് ഇത് എസ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ അതിന് നമുക്കിവിടെ ബാർകോഡ് ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഡയമണ്ട് സെക്ഷനിൽ തന്നെ MRP ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. ഇത് നമുക്കൊരു ഐറ്റം ഡയമണ്ട് ഐറ്റം MRPയിലേക്ക് ചെയ്തിട്ട് ഇവിടെ ടാക്സ് ഇൻക്ലൂസീവ് എന്നുള്ള ടിക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ പീസ് റേറ്റ് എന്നുള്ളടത്ത് ഇവിടെ MC ടൈപ്പ് പീസ് റേറ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് ഡയമണ്ട് റിങ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ ആ സീരിയൽ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ടൈപ്പിൽ ഗോൾഡ് 18CT എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിൻ്റെ വെയിറ്റ് എത്ര വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോൺ ഏത് ടൈപ്പ് ചോദിക്കും. സ്റ്റോൺ കൊടുക്കാം. അതിൽ നമുക്കിവിടെ സ്റ്റോണിൻ്റെ റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ MRPയിൽ കൊടുക്കുന്നതുകൊണ്ട് സ്റ്റോണിന് സെയിൽ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് പ്രൈസ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റേറ്റ് 0 ആണെന്നുള്ളൊരു മെസ്സേജ് വരും. അത് ഓക്കെ കൊടുത്താൽ മതി. ഇവിടുന്ന് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് MRPൻ്റെ കോളത്തിലേക്ക് വന്നു. അവിടെ ഈ ഒരു കോളത്തിൽ അതിൻ്റെ MRP എത്രയെന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ടാക്സിബിൾ വാല്യൂ എത്രയെന്നുള്ളത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ എൻ്റെ ടാക്സ് ഒക്കെ ടോട്ടൽ താഴെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് TCS ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. അവിടെ നമുക്ക് TCS പെയ്ഡ് എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയെന്നുള്ളത് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ എമൗണ്ടും കൂടി പർച്ചേസിൽ നമുക്ക് ആഡായിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു ഐറ്റം ബാർകോഡ് സ്റ്റോക്ക് എടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അതിൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ടൊക്കെ വരുന്നത് നമുക്ക് ഇവിടെയാണ്. സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ അതർ ഐറ്റംസ് എന്നുള്ളതിലാണ് സ്റ്റോക്ക് റിപ്പോർട്ട് വരുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളതിൽ ഈ സ്റ്റോക്കേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റവും കാണിക്കും. അതിൽ ഡയമണ്ട് റിങ് ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഗ്രൂപ്പ് കറക്റ്റ് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡയമണ്ട് റിങ് എന്നുള്ളതിന് നമുക്കിവിടെ ഇവിടെ ഡയമണ്ട് എന്നുള്ള ഗ്രൂപ്പ് കൊടുക്കാം. അതേപോലെ തന്നെ ഇയറിങ് എന്നുള്ളതും നമ്മൾ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഗ്രൂപ്പ് വൈസ് കിട്ടും. വാച്ചസിനും നമുക്കതുപോലെ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇത് ടോട്ടലായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിൽ ബാർകോഡ് വൈസ് കിട്ടണമെങ്കിൽ സ്റ്റോക്ക് റിപ്പോർട്ട് എന്നുള്ളടത്ത് ബാർകോഡ് വൈസ് ആണ് കിട്ടുക. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാർകോഡ് വൈസ് റിപ്പോർട്ടായിൽ കിട്ടും. അത് എല്ലാ ഐറ്റവും ഒരുമിച്ചാണ് ഇതിൽ കാണിക്കുക. നമുക്ക് ഐറ്റം വൈസ് വേണമെങ്കിൽ ഇവിടെ ഐറ്റം നെയിം കൊടുത്തിട്ട് അങ്ങനെ റിപ്പോർട്ട് എടുക്കാം. അതുപോലെ തന്നെ സ്റ്റോക്ക് ബാർകോഡ് വെച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റോക്കിൽ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അതർ ഐറ്റംസ് എന്നുള്ളതിൽ ഡീറ്റെയിൽഡ് ബാർകോഡ് സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് എടുക്കുക. അതിൽ നമുക്ക് എല്ലാ ഐറ്റം ബാർകോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഐറ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇതിൽ കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ 1 എന്നുള്ള കൗണ്ട് വന്നു. അങ്ങനെ എത്ര ഐറ്റം സ്കാൻ ചെയ്യേണ്ടപ്പം റിംഗ് ആണ്, റിംഗ് മാത്രം എല്ലാ ഐറ്റവും സ്കാൻ ചെയ്തെടുത്താൽ അതിലെന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് ഐറ്റംസും അതുപോലെ മിസ്സിങ് ഐറ്റംസ് എന്നുള്ള ലിസ്റ്റൊക്കെ ഉണ്ട്. മിസ്സിങ് ഐറ്റം എന്നുള്ള ഏതെങ്കിലും മിസ്സിങ് ഐറ്റം ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അതുപോലെ മാർക്കറ്റ് ഐറ്റംസിന് എടുത്താൽ നമ്മൾ എത്ര എണ്ണം സ്കാൻ ചെയ്തു എന്നുള്ളതാണ് കാണിക്കുക.
പിന്നെ നമുക്കിപ്പം ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തവണ സ്റ്റോക്ക് എടുക്കുമ്പോഴും ഈ കൗണ്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റീഫ്രഷ് ബാർകോഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് 0 ആയിട്ട് വരും. അതുപോലെ ബാർകോഡ് സെർച്ച്, ഡീറ്റെയിൽഡ് ബാർകോഡ് സെർച്ചാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി ബാർകോഡ് സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കാറ്റഗറി നെയിം അതല്ലെങ്കിൽ ഐറ്റം നെയിം ഒക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഐറ്റം നെയിം വെച്ചിട്ട് ഒരു ഐറ്റം സെർച്ച് ചെയ്തെടുക്കണം. അപ്പോൾ മിനിമം വെയിറ്റ് എത്രയാണ്, അതുപോലെ മാക്സിമം വെയിറ്റ് എത്രയാണ്. അപ്പോൾ 1 ഗ്രാം മുതൽ 1.5 ഗ്രാം വരെയുള്ള വെയിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ എടുക്കുന്ന ഐറ്റംസ് മാത്രം ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ബാർകോഡിൻ്റെ സ്റ്റിക്കർ നമുക്ക് കട്ടായി പോയി. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കർ കൂടി പ്രിൻറ്റ് ചെയ്യണം. അത് നമുക്ക് ബാർകോഡ് കൂടെ സ്കാൻ ചെയ്തിട്ട് സ്റ്റിക്കർ പ്രിൻ്റ് എന്നുള്ളടത്ത് എസ് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. ഇത്രയാണ് നമ്മൾ അതർ ഐറ്റം പർച്ചേസും അതുപോലെ ബാർകോഡ് സെർച്ചിൻ്റെ സെക്ഷനിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ.